ഇത് തന്നെയാണോ വീട്ടിലുള്ള വഴി? ആ ഇത് തന്നെ. ഇവ കാണുന്നതാ ഭാർഗവകാലത്തിന്റെ ഗേറ്റ്. ഭാർഗവകാലത്തിന്റെ വീട് അതല്ലടാ. 2 ഗ്ലാസ് അകത്ത് നിന്നപ്പോ ഒരു വിളവില്ലേ. നമ്മുടെ ദാരിദ്ര്യ ചേട്ടൻ. നമസ്കാരം. ഗോപനോ? മല്ലനും മാധവനും കൂടി എവിടെ പോയിരുന്നു? ഷാപ്പ് വരെ പോയി. ഷാപ്പിലോ? എന്തിന്? ഷാപ്പിൽ പോകുന്ന കള്ളു പിടിക്കാനുള്ള ഷേവ് ചെയ്യാൻ. താൻ ആരടോ? കഷ്ടം. നീ എന്താടാ അയാള് പറഞ്ഞു? ഷാപ്പിൽ പോയിരുന്നു. നമ്മൾ കുടിച്ച നാട്ടുകാരെ മുഴുവൻ വിളിച്ചറിയിക്കണം അല്ലേ? എടാ അളിയാ, നമ്മളല്പം പെരുമാറിയിട്ടുള്ളത് 4 ആൾക്കാർ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ കാശ് കൊടുത്ത് കുടിച്ചതിന് എന്തോ പ്രയോജനം? പോടാ. എടാ 4 ആൾ കാണുക ഷാപ്പിൽ പോയി കുടിക്കണം. ആഘോഷമായിട്ട് ആരുടെയെങ്കിലും വായിലേക്ക് എന്നെ വാളടിക്കണം. എന്നിട്ട് ഏതെങ്കിലും കടത്തിണ്ണയിൽ പോയി കിടന്ന് ഉറങ്ങുമ്പോ ഏതെങ്കിലും ഒരു കൊടിച്ചി പട്ടി വന്ന് ചെറുനാക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരുന്നതിന് വല്ല തെളിവുണ്ടോടാ അളിയാ? നമസ്കാരം മാഷ്. ഞങ്ങളാ ഷാപ്പ് വരെ പോയതാണ്. ചോറുണ്ണാനാണ്. നീ എന്തിനാണ് കുടിച്ച് നാട്ടുകാരെ മുഴുവൻ വിളിച്ചറിയിക്കുന്നു? നമ്മളുടെ വീട്ടിൽ കയറ്റോടാ നീ. പിന്നെ അമ്മയ്ക്ക് ഇതറിയാനാ നേരം. നിനക്കത് പറയാം. ഞാനേതായാലും വീട്ടിലേക്കില്ല. ഞാൻ നിന്റെ വീട്ടിൽ കിടന്നു. യവനെ പോലൊരു പേടിത്തൊണ്ടൻ. അമ്മ അറിയുന്നു. എടാ അച്ഛനും മകനും കൂടി ഒരേ സ്ഥലത്ത് ഡിഗോഫിക്കേഷൻ വരെ പോകുന്നു. പിന്നെയാണ് നീ ഉള്ള കള്ളടിച്ചത്. വാടാ അവിടെ. രാധിക വരുന്നു. കുടിച്ച് ഞങ്ങളറിയാൻ മോശം. ഞാനൊരു കാര്യം, ഞാൻ ഈ വഴി അങ്ങോട്ട് പോവാ. അറിയത്തില്ലെന്ന്. ഞാൻ കൊണ്ടുപോവാ. നീ കേട്ടല്ലോ? ഞാൻ കൊണ്ടുപോവാ. ധൈര്യമായിട്ട് വാ. രാധേ, ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇവ ആയിരിക്കും ഫിറ്റ്. ഞാൻ പറഞ്ഞ മദ്യം വിഷമാണ്. കൈ കൊണ്ട് തൊടുന്നത് കുഴപ്പമാണൊക്കെ. പക്ഷെ ഞാൻ കൈ കൊണ്ട് തൊട്ടിട്ടില്ല. രാവിലെ വിളിച്ച പഴങ്കഞ്ഞന്റെ റിയാക്ഷനാ. അല്ല രാധിക ഷാപ്പിൽ കോളേജിൽ നിന്ന് വരുന്ന വഴിയാ. കൈകൊണ്ട് പിടിച്ചാൽ വയറ്റ് കാണാം. മാനമര്യാദക്ക് ജീവിക്കണ പെമ്പിള്ളേരെ സമ്മതിക്കാതെ നീ നിന്റെ എനിക്ക് നിന്നെ ഞാൻ വെള്ളി കൊണ്ടാക്കാം. നീ പോ. ഇവിടെ വഴക്കും സൂക്ഷിച്ചു. ഞാൻ പറഞ്ഞില്ലേ വഴക്കും. ഓക്കെ, നമ്മള് കുടിച്ചോന്ന് മനസ്സിലായിട്ടില്ല. നല്ല തടിയായില്ല. അന്ന് നീ രാവിലെ കണ്ടപ്പോ അഡ്ജസ്റ്റ് ചെയ്യപ്പെട്ട ഒരു പാട്. എന്താടി പതിവില്ലാത്ത സ്പെഷ്യലൊക്കെ? ഇന്ന് വില കുറച്ച് കരിമീൻ കിട്ടി. അതോ നിന്റെ മറ്റവൻ വന്നതിന്റെ സന്തോഷം കൊണ്ട് വാങ്ങിച്ചതോ? നീ എന്താടി അവൻ വന്ന കാര്യം ഇതുവരെ എന്നോട് പറയാത്തോ? അതിന് പറയാനൊന്നും ഉണ്ടായില്ലല്ലോ. നിനക്കിപ്പോ സുഖമല്ലോ. അയ്യോ, എന്തിനാ അതും ഇതൊക്കെ പറയുന്നത്? വരൂ, വന്നിരിക്കൂ. മാറിക്കില്ല അങ്ങോട്ട്. മറ്റവൻ കൊണ്ട് കുറെ എന്താ? 12ാമത്തെ തവണയാണ് ഞാൻ നിങ്ങളെ കാണാൻ വരുന്നത്. ഇനിയെങ്കിലും എന്റെ കാര്യം. എന്ത് കാര്യമാണോ? നിങ്ങളുടെ ഗവൺമെന്റിന്റെ ഒരു പരിപാടി ഉണ്ടല്ലോ, സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള പെൻഷൻ. അതിനറിയാതെ അപേക്ഷ അയച്ചൊരു സാധുവാണ് ഞാൻ. എന്റെ ഒപ്പം അപേക്ഷ അയച്ച എല്ലാവർക്കും പെൻഷൻ കിട്ടിക്കഴിഞ്ഞു. അവരിൽ പലരും കുഴിയിലുമായി. എന്നിട്ടും എന്റെ കാര്യത്തിലൊരു തീരുമാനവുമായില്ലല്ലോ സാറേ. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? അപേക്ഷ മുകളിൽ നിന്ന് താഴോട്ട് വരണ്ടേ? മുകളിൽ ചോദിക്കുമ്പോ താഴെ, താഴെ ചോദിക്കുമ്പോ മുകളിൽ. ദേ ആളെ കുറഞ്ഞു കളിപ്പിക്കരുത്. നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ അത് പറ. എന്താ ഇവിടെ ഒരു ബഹളം? കൈമൾ മാഷോ, എന്താ പ്രശ്നം? മാഷ അകത്തേക്ക് വരൂ. മാഷിരിക്കും. മാഷിന് എന്നെ മനസ്സിലായോ? ഞാൻ വടക്കേപ്പാടത്തെ ശാരദാമ്മയുടെ മോനാ, കൃഷ്ണനുണ്ണി. ഓ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. നിങ്ങളെ വളരെ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളതാ. അമ്മയ്ക്ക് സുഖം തന്നെയല്ലേ? ആ,
മാഷക്ക് എന്താ കുടിക്കാൻ? ചായയോ കാപ്പിയോ? ഒന്നും വേണ്ട, ഇപ്പൊ കുടിച്ചതേ ഉള്ളൂ. ആ, എന്താ മാഷ പ്രശ്നം? സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള പെൻഷൻ അപേക്ഷിച്ചിട്ട് വളരെ കാലമായി ഒരു തീരുമാനവുമായില്ല. ഈ പെൻഷനും മറ്റും ആഗ്രഹിച്ചിരുന്നവനല്ല ഞാൻ. കുടുംബത്തിലെ ബന്ധപ്പാട് കൊണ്ടും കഷ്ടപ്പാട് കൊണ്ടും തീരെ നിവൃത്തിയില്ലാഞ്ഞിട്ട് അപേക്ഷിച്ചതാണ്. മാഷേ, ഞാൻ ചാർജ് എടുത്തിട്ട് കുറച്ച് ദിവസമേ ഉള്ളൂ. എത്രയും വേഗം ഞാൻ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കാം. എന്നാൽ കഴിയുന്ന എല്ലാ സഹായവും ഞാൻ മാസ്റ്റർക്ക് വേണ്ടി ചെയ്യാം. ഇങ്ങനെയെങ്കിലും പറയാൻ ഒരാളുണ്ടായല്ലോ. ഞാൻ വരട്ടെ. ആ, ആ സൂപ്രണ്ടിനോട് വരാൻ പറയൂ. ആ, ഇപ്പൊ അങ്ങോട്ട് പോയില്ലേ? ആ കൈമൾ മാഷിന്റെ പെൻഷന്റെ പ്രശ്നം എന്തായി? ആ, എനിക്കറിഞ്ഞൂടാ. പിന്നെ ഈ ഓഫീസിൽ ആരോട് ചോദിച്ചാൽ അറിയാം. മിസ്റ്റർ ദേവസ്യ, ഐ ആം യുവർ സുപ്പീരിയർ ഓഫീസർ. യു ഹാവ് ടു ആൻസർ മൈ ക്വസ്റ്റ്യൻസ് പ്രോപ്പർലി. എന്റെ സാറേ, ഫയൽ എന്റെ മേശപ്പുറത്ത് വന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അല്ലാതെ മോളിൽ നിന്ന് ഫയൽ എടുത്തുകൊണ്ട് വന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വേണ്ടി വന്നാൽ അതും ചെയ്യേണ്ടി വരും. സൂപ്രണ്ട് സാറിന് ഒരു ഫോണുണ്ട്. ആരാ? തിരുവനന്തപുരത്ത് മിനിസ്റ്റർ പി എ. കുറച്ച് തിരക്കിൽ അല്പം കഴിഞ്ഞ് വിളിക്കാൻ പറ. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ശരി, DDC മീറ്റിംഗിന് മുമ്പ് എനിക്ക് ആ ഫയൽ കിട്ടണം. മനസ്സിലായോ? ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കേണ്ട ഒരു യോഗമാണിത്. നിസാര കാര്യങ്ങളെക്കുറിച്ച് തർക്കിച്ച് സമയം കളയരുത്. ഈ പെൻഷൻ ലിസ്റ്റിനെ കുറിച്ച് ആരുടെയൊക്കെ വല്ലതും പറയാനുണ്ടോ? യെസ് സർ. ആ പേപ്പറിനെ കുറിച്ച് ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഞാൻ വിശദമായിട്ട് അന്വേഷിച്ചു. കൈമൾ മാസ്റ്റർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ലിസ്റ്റിലുള്ള ഒട്ടുമിക്ക പേരെ കുറിച്ചും ഞാൻ അന്വേഷിച്ചു. പലരും അതിന് അർഹതയില്ലാത്തവരാണ്. പിന്നെ എങ്ങനെ ലിസ്റ്റിൽ വന്നു? അത് എന്നോടല്ല ചോദിക്കേണ്ടത്. അവരെ റെക്കമെൻഡ് ചെയ്ത രാഷ്ട്രീയക്കാരോടും MLA-മാരോടും. നോ, ഞങ്ങളെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ ആദ്യം കൊണ്ടുവന്ന ഒരു ആരോപണമാണിത്. സർ, ആ ലിസ്റ്റിൽ ഏറ്റവും യോഗ്യനായ മനുഷ്യൻ കൈമൾ മാസ്റ്ററാണ്. ആ മനുഷ്യന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ ഇവിടെ ഒരു രാഷ്ട്രീയക്കാരനും ഉണ്ടായില്ല. കാരണം കൈക്കൂലി കൊടുക്കാൻ അദ്ദേഹത്തിന്റെ പണമില്ല. ബഹുമാനപ്പെട്ട RDO, കൈക്കൂലി വാങ്ങുന്നത് ഞങ്ങൾ രാഷ്ട്രീയക്കാരല്ല, നിങ്ങളെപ്പോലുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണ്. അത് കൊള്ളാം. നിങ്ങൾക്ക് ഞങ്ങളെ ബലിയാടുകളാക്കാൻ വളരെ എളുപ്പമാണ്. കാറും ബംഗ്ലാവും ഭൂസത്വം ഇല്ലാത്ത ഏത് രാഷ്ട്രീയക്കാരനാണ് ഇവിടെ ഉള്ളത്? എന്നിട്ട് ബ്യൂറോക്രസിയെ കുറ്റം പറയുന്നു. മൈൻഡ് യുവർ ബിസിനസ്. യു ആർ ബീങ് പെയ്ഡ് ബൈ ദി ടാക്സ് പേഴ്സ് മണി. സർ, ആദ്യം നിങ്ങളെ മനഃപൂർവ്വം ആക്ഷേപിക്കുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ള കളക്ടറോട് പറഞ്ഞു കഴിഞ്ഞു. ആദ്യയുടെ തീരുമാനത്തിൽ നിങ്ങൾ പ്രതിഷേധിക്കുന്നു. വാടാ. ഈ പയ്യനെ ഭരിക്കുന്ന കക്ഷി ഏതാണെന്ന് അറിഞ്ഞുകൊള്ളുന്നു. ഇതിനു മുമ്പ് എത്ര ആഡിയോമാരെ നമ്മൾ കണ്ടതാ? ഈ IAS കൊടുക്കുന്ന സമ്പ്രദായം തന്നെ മാറ്റണം. അങ്ങനെ അല്ല, ഇതാരും ഒത്തിരി കാലം അയാൾ കണ്ടിട്ട്. ആ, ദേവസ്യ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? DDC മീറ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു സാറേ? എന്ത് പറയാനാ ദേവസ്യ, കുടഞ്ഞില്ലേ? പയ്യൻ വിലസൊന്നും കരുതി വന്നതാ. കയ്യും കാലും ഒടിച്ചിരുത്തിയിരിക്ക. ഇനി തല പൊങ്ങുകയില്ല. ഓ, ഒരാടിയോ വന്നിരിക്കുന്നു. അയ്യോ, സമയം പോയി. ഒരു മീറ്റിംഗ് ഉണ്ട്. ദേവസ്യ വരുന്നോ? ഇല്ല സാർ. അപ്പൊ ഞാൻ വരട്ടെ. ശരി സാർ. അതെ. മിസ്റ്റർ കൃഷ്ണുണ്ണി കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. രാഷ്ട്രീയക്കാർ വന്നും പോയും ഇരിക്കും. കൃഷ്ണുണ്ണിക്ക് അറിയാവും, ഇപ്പോ ഇവിടെ നമ്മളെ നഖശികാന്ത് എതിർക്കുന്നവർ തന്നെ നമ്മളെ ഉപയോഗിച്ച് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കും. അതിനവർക്ക് യാതൊരു മടിയുമില്ല. അതാണ് രാഷ്ട്രീയം. ഭരണം മാറിയും മറിഞ്ഞും വരും. നമ്മളൊക്കെ അവരുടെ കയ്യിലെ വെറും യന്ത്രങ്ങളാണ്. ബട്ടൺ അമർത്തിയാൽ ജോലി ചെയ്യുന്ന യന്ത്ര മനുഷ്യർ. ഇറ്റ്സ് ഓൾ എ പാർട്ട് ഓഫ് ദ ഗെയിം. ടേക്ക് ഇറ്റ് ഈസി. എന്റെ മോൻ വന്നോ? ഞാൻ രാവിലെ തൊട്ട് കാത്തിരിക്കുകയാണ്. നീ എങ്ങനെ വന്നു? കാറില്. കാറിനോ? ആ. എന്നിട്ട് കാർ എവിടെ? ദാ. ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടെ. ഇതാണ് മോന്റെ കാറ്? മോനേതാ? ആ, സൂക്ഷിച്ച് ഓട്ടിക്കണേ. തട്ടിയും മുട്ടി അപകടമൊന്നും വരുത്തി വെക്കരുത്. നല്ല വണ്ടി. മോൻ കാറപ്പോ വാങ്ങിച്ചു? ഞാൻ വാങ്ങിച്ചതല്ലമ്മേ, സർക്കാർ വണ്ടിയാ. ആരുടേതായാൽ എന്താ, കാറ് തന്നെ. മോനെ, നീ കാറി വരുന്നത് കവലയിൽ എല്ലാരും കണ്ടോ? പിന്നെ ഞാൻ കൈയും തലമൊക്കെ പുറത്തേക്കിട്ടല്ലേ ഇരുന്നത്. ഈ അമ്മയ്ക്ക് ഒരു വിവരമില്ല. ദാ, നല്ല മീനാ, കഴിക്ക്. നീ
വല്ലാതെ ക്ഷീണിച്ചു പോയി. നേരത്തും കാലത്തും ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലേ? എനിക്ക് ആരാ അവിടെ വിളമ്പിത്തരാൻ? അമ്മയോട് അങ്ങോട്ട് വരാൻ പറഞ്ഞ അമ്മ കേൾക്കുവോ? ഞാൻ എങ്ങനെയാ മോനെ ഈ വീടും പറമ്പും ഒക്കെ വിട്ടിട്ട് അങ്ങോട്ട് വരുന്നത്? എന്തിനാ അമ്മ ഈ വയസ്സുകാലത്ത് ഇങ്ങനെ ഇരുന്ന് കഷ്ടപ്പെടുന്നത്? അമ്മയ്ക്ക് ഈ വീടും പറമ്പ് നോക്കിയിട്ട് എന്റെ കൂടെ പോന്നൂടെ? അങ്ങനെ ധൃതി പിടിച്ചാൽ നല്ല വില കിട്ടുമോ? ആർക്കെങ്കിലും വെറുതെ കൊടുത്തിട്ട് പോരാൻ പറ്റുമോ? മോനെ, നീ ഇങ്ങനെ നടന്നാ മതിയോ? വയസ്സ് 30 കഴിഞ്ഞു. ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? എനിക്കിനി കല്യാണമൊന്നും വേണ്ടമ്മേ. നീ ഇപ്പോഴും അവളെ മനസ്സിൽ വെച്ചോണ്ടിരിക്കുക. അവക്ക് കല്യാണവും കഴിഞ്ഞ് ഒരു കുട്ടിയായി. ഇനിയും നീ അവളെ മറന്നില്ലേ? എന്താ മോളെ, നാപ്പിച്ചി പോയില്ലേ? ഇവിടുന്ന് ഇറങ്ങിയപ്പോഴേ നേരം വൈകി, ബസ്സും കിട്ടിയില്ല. ഞാനിങ്ങി പോന്നു. ഇന്നലെ ലീവായിരുന്നു, ഇന്നും കൂടെ ആയാലോ? അത് സാരമില്ല അച്ഛാ, നാളെ ലീവ് എഴുതി കൊടുത്താ മതി. ഇല്ല, രാത്രി അവൻ ബഹളം ഉണ്ടാക്കുന്ന കേട്ടല്ലോ മോളെ. അതെന്നാണ് അച്ഛാ ഇല്ലാത്തത്? താലി കെട്ടി അന്ന് മുതൽ തുടങ്ങിയതല്ലേ? എന്റെ ഈശ്വര, എന്റെ മോക്ക് ഇങ്ങനൊരു ദുർവിധി വന്നല്ലോ. ആരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാം ഞാൻ തന്നെ വരുത്തി വെച്ച വിനയാ. പാവപ്പെട്ടവനായാലും ആ കൃഷ്ണനുണ്ണി ആയിരുന്നെങ്കിൽ എന്റെ മോളെ പൊന്നുപോലെ നോക്കുമായിരുന്നു. അച്ഛൻ എന്തിനാ ആവശ്യമില്ലാതെ അതും ഇതും ഒക്കെ പറയുന്നത്? ആ, അതും ശരിയാ. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? പാവപ്പെട്ടവനായാലും ആ കൃഷ്ണനുണ്ണി ആയിരുന്നെങ്കിൽ എന്റെ മോളെ പൊന്നുപോലെ നോക്കുമായിരുന്നു. അച്ഛാ, ഞാൻ നീ പുറത്തിറങ്ങിയാണല്ലോ കൊന്നളയും ഞാൻ. കേസ് തോറ്റുപോയോ? ഹൈക്കോർട്ടുണ്ടല്ലോ, നോക്ക. ഞാൻ വിടില്ല. വേണ്ടി വന്നാൽ സുപ്രീം കോടതി വരെ പോകും. അമ്മാവൻ എന്തിനാ ഈ നിസ്സാരം വരമ്പ് കേസിനും പുലിവാലിനൊക്കെ പോകുന്നത്? ഓടാ, നിനക്കെന്തറിയാം? ഇതിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഞാൻ വിടില്ല. കേസ് പറഞ്ഞു പറഞ്ഞ് സ്വത്തുക്കൾ തീരാറായി. അമ്മാവ, രാധികയുടെ എന്റെ കല്യാണം ഇനി എന്തിനാ നീട്ടിക്കൊണ്ട് പോകുന്നത്? അമ്മാവന് ഇഷ്ടമില്ലെങ്കിൽ അവങ്ങ് തുറന്നു പറഞ്ഞാൽ മതി. വിക്രമൻ എന്താ ഒരു കുറവ്? എന്തുകൊണ്ടും അവൻ നിനക്ക് അനുയോജ്യനാണ്. എനിക്കാണെങ്കിൽ വയസ്സായി. ഈ സ്വത്തും കൃഷിയൊക്കെ ആരെ കൊണ്ട് കഴിയും നോക്കിക്കണ്ട് നടത്താൻ? ഒന്നുമില്ല, അവൻ നിന്നെ പുറച്ചെടുക്കണല്ലേ. അവൻ ആകെ കൂടി ഒരു കുറവുണ്ടെന്ന് പറയാൻ വലിയ പഠിത്തമില്ല. ഇപ്പോഴത്തെ കാലത്ത് പഠിത്തം കൊണ്ട് ഒരു പ്രയോജനമില്ല. നോക്ക്, ഞാൻ തീരെ നിശ്ചയിക്കാൻ പോവുകയാണ്. ഈ ഒരു രാത്രിക്ക് വേണ്ടി എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യം നീ അച്ഛനോട് ചോദിച്ചോ? ഏത് കാര്യം? താഴത്തെ പാടവും ആർവർ കണ്ടോ എന്റെ പേരിൽ എഴുതിത്തരാൻ? ഞാൻ ചോദിച്ചില്ല. നിന്റെ തന്ത ഉണ്ടല്ലോ, എല്ലാം വെച്ച് മുടിച്ചു. 365 ദിവസവും കേസും കൂടുതലായിട്ട് നടപ്പാ. എന്തായി? ഇപ്പൊ സമാധാനായില്ലേ? ഇനി അതിന്റെ മുകളിലൊരെണ്ണമുണ്ട്, സുപ്രീം കോർട്ട്. അങ്ങോട്ട് വയ്ക്കോ.
ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം വക്കീലന്മാർക്കും കോടതിയിലും കൊണ്ട് കൊടുത്താൽ അവസാനം അച്ഛനും മാളും കൂടി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നാടുകളെ തെണ്ടേണ്ടി വരും. നിൽക്കുന്നു നിങ്ങൾ മോള്, ഞാൻ എന്റെ പാട്ടിന് പൊടിയും തൂത്തങ്ങി ഇറങ്ങി പോകും. വിക്രമ, ഞാനാകെ തകർന്ന് വന്നിരിക്കുകയാണ്. കുറച്ചുകൂടെ സ്നേഹമായിട്ട് നിനക്ക് എന്നോട് സംസാരിച്ചുകൂടെ? പറയാനുള്ളതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു തുണ്ട് ഭൂമി വിറ്റാൽ അപ്പോൾ അറിയാം വിക്രമൻ ആരാണെന്ന്. 10 കാശ് സ്ത്രീധനം വാങ്ങിയിട്ടല്ല ഞാൻ നിങ്ങളുടെ മോളെ കല്യാണം കഴിച്ചത്. ഇന്ന് തന്നെ ഇനിയുള്ള സ്വത്തുക്കൾ എന്റെ പേരിൽ എഴുതരണം. ഞാൻ ആധാരം എടുത്തേറെ മേനോനെ കടം പോവുകയാണ്. വിക്രമ, കുടിയും തുടങ്ങിയോ? കുടിക്കും കുടിക്കും ഇനിയും കുടിക്കും. അല്ല നിങ്ങൾ ആരാ മനസ്സിലായില്ലല്ലോ. മുടിപ്പിക്കും, മുഷവന് കുട്ടിച്ച് മുടിപ്പിക്കും. ആ നിങ്ങളും കൊറേയൊക്കെ മുടിപ്പിച്ചതല്ലേ. എനിക്കിഷ്ടമുള്ളത് ഞാനും ചെയ്യും. ദ്രോഹി. എന്താടി ആരെ ഓർമ്മിച്ചോണ്ടിരിക്കുക? നിന്റെ മറ്റവനെ ആയിരിക്കും. ഒറ്റയ്ക്കിരിക്കണ്ട, ഇതും കൂടി വായിച്ചോണ്ടിരുന്നു. നിന്റെ മറ്റവും പണ്ട് നിനക്കയച്ച പ്രേമലേഖനങ്ങളാ. ഇന്നാ വായിച്ചിരുന്നു സൂചിച്ചോടി.